കേന്ദ്ര തൊഴിൽ കോഡുകൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടിപ്പിച്ച പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു. യാത്രാ സൗകര്യമില്ലാത്തതിനാൽ ജനങ്ങൾ ബുദ്ധിമുട്ടി. പണിമുടക്ക് ദിവസമായിട്ടും പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്ര മാറ്റിവെക്കാത്തതിൽ LDF നേതാക്കൾ വിമർശനമുയർത്തി. പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, സ്വകാര്യവൽക്കരണം നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. രാത്രി 12 മണി മുതൽ തന്നെ തുറന്നിരുന്ന കടകമ്പോളങ്ങൾ സമരക്കാർ എത്തി അടപ്പിച്ചു. KSRTC, സ്വകാര്യ ബസ്സുകൾ, ടാക്സികൾ, ഓട്ടോറിക്ഷകൾ എന്നിവ നിരത്തിലിറങ്ങിയില്ല. ബാങ്കിംഗ് മേഖല തടസ്സപ്പെട്ടു. പലയിടത്തും വിദ്യാലയങ്ങളും തുറന്നു പ്രവർത്തിച്ചില്ല. ഗതാഗതമില്ലാത്തത് രാവിലെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. ഇതറിയായിരുന്നു, പക്ഷെ നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു, ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. പിന്നെ ദിവസം മാറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഹോസ്പിറ്റലിൽ മലപ്പുറം മഞ്ചേരി. ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിലും സെക്രട്ടേറിയറ്റിലെ ഹാജർ നിലയും കുറവായിരുന്നു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മന്ത്രി V. ശിവൻകുട്ടി ഔദ്യോഗിക വസതിയിൽ നിന്ന് നടന്നാണ് പ്രതിഷേധവേദിയിലെത്തിയത്. തിരുവനന്തപുരത്തെ മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ലോക്ഭവന് മുന്നിൽ അവസാനിച്ചു. LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ BMS ഒഴിച്ചുള്ള എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളും ഈ സമരത്തിലുണ്ട്. INTUC സമരത്തിലുണ്ട്. STU ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഈ സമരത്തിലുണ്ട്. എന്റെ ഈ നിലപാട് കേരളത്തിലെ കോൺഗ്രസിന് ബാധകമല്ലേ? കൊച്ചിയിലെ സംയുക്ത ട്രേഡ് യൂണിയൻ മാർച്ചിൽ CITU ദേശീയ ജനറൽ സെക്രട്ടറി എളമരം കരീം അടക്കമുള്ളവർ പങ്കെടുത്തു. കേരളത്തിൽ മറ്റ് യൂണിയനുകൾക്കൊപ്പം സമരത്തിൽ INTUC ചേരാത്തതിൽ എളമരം വിമർശനമുയർത്തി. കേരളത്തിലെ INTUC കോൺഗ്രസ് INTUCയെ വിലക്കിയിരിക്കുക. ആ പണിമുടക്ക് ദിവസം രാഷ്ട്രീയമായി UDF ഒരു ജാഥ പ്രതിപക്ഷ നേതാവിൻ്റെയും UDF നേതാക്കളുടെയും നേതൃത്വത്തിൽ നടക്കുന്നത് ഈ പണിമുടക്കിനെ അപമാനിക്കലാണ്. കൊച്ചിയിലെ വ്യവസായ മേഖലയെ പണിമുടക്ക് കാര്യമായി ബാധിച്ചില്ല. കൊച്ചിയിലും വയനാടും പാലക്കാടും വാഹനങ്ങൾ സമരാനുകൂലികൾ തടഞ്ഞു. കോഴിക്കോട് പുതിയങ്ങാടിയിൽ GM UP സ്കൂൾ സമരക്കാർ അടപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.